ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒന്നാണ് ഉപ്പല്ലേ. ഉപ്പ് ചേർക്കാത്ത കറികളെ കുറിച്ച് മലയാളികൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കത്തില്ല. ഇന്ന് ലാഭത്തിനായിട്ട് എല്ലാ വസ്തുക്കളിലും മായം ചേർക്കുന്നത് പതിവാണ്. അങ്ങനെയാണെങ്കിൽ ഉപ്പിലും മായമുണ്ടാകില്ലേ? ഇന്ന് വിപണിയിലെ വ്യാജ ഉപ്പുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെന്നുള്ള പല വാർത്തകളും ആളുകളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഉപ്പുപൊടിയിൽ മയത്തിനായിട്ട് ചോക്കുപൊടിയും കല്ലുപ്പിൽ മണലുമൊക്കെ ചേർക്കുന്ന രീതിയുമുണ്ട്. നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന ഉപ്പ് ശുദ്ധമാണോ എന്ന് നോക്കാൻ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. ഭക്ഷണത്തിന് ഏറ്റവും നല്ല രുചി ലഭിക്കണമെങ്കിൽ കുറച്ചെങ്കിലും ഉപ്പ് ചേർത്തിരിക്കണം. എന്നാൽ രുചിക്ക് പകരം ആരോഗ്യം നശിക്കാതെ ഇരിക്കാൻ വ്യാജ ഉപ്പുകളെ നാം കണ്ടുപിടിക്കുകയും വേണം. ഉപ്പിൽ മായം ചേർക്കുന്ന ചോക്കുപൊടിയും കെമിക്കലുകളും ഗുരുതരമായ വൃക്കരോഗങ്ങൾക്കും ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഉപ്പിലെ മായം കണ്ടെത്താൻ നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന മാർഗങ്ങൾ ചിലതൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നാമതായിട്ട് വാട്ടർ ടെസ്റ്റ് ആണ്. ഒരു ഗ്ലാസ് തെളിഞ്ഞ വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഉപ്പിടുക. തുടർന്ന് വെള്ളവും ഉപ്പും നന്നായി ഇളക്കണം. ഇളക്കിയ ശേഷം അല്പം ക്ഷമയോടെ കാത്തിരിക്കുക. ശുദ്ധമായ ഉപ്പാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതാണ്. വെള്ളം തെളിഞ്ഞു തന്നെ ഇരിക്കും. ഇനി ഉപ്പിൽ ചോക്കുപൊടിയോ മണലോ ഉണ്ടെങ്കിൽ വെള്ളം കലങ്ങുകയും ഗ്ലാസിന്റെ അടിയിൽ വെളുത്ത അവശിഷ്ടങ്ങൾ അടിയുകയും ചെയ്യും. രണ്ടാമതായിട്ട് നമുക്കൊരു ഉരുളക്കിഴങ്ങ് വെച്ച് ഇത് പരിശോധിക്കാൻ സാധിക്കും. ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ച് അതിന്റെ ഉൾഭാഗത്ത് അല്പം ഉപ്പ് പുരട്ടി മാറ്റി വെക്കണം. അല്പസമയത്തിന് ശേഷം ഇതിലേക്ക് 2 തുള്ളി നാരങ്ങാ നീരൊഴിക്കുക. നല്ല ഉപ്പാണെങ്കിൽ അതിന് ഒരു നിറമാറ്റവും സംഭവിക്കില്ല. അയഡിൻ കലർന്നതാണെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ നിറം നീലയായി മാറും. മൂന്നാമതായിട്ടുള്ളത് ഉപ്പിലുള്ള ചോക്കുപൊടി എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. അല്പം ഉപ്പ് കൈവെള്ളയിലെടുത്ത് അതിലേക്ക് 1-2 തുള്ളി വെള്ളം ഒഴിച്ച് ശേഷം ഉപ്പും വെള്ളവും കൂടെ കൂട്ടിത്തിരുമണം. കൈവെള്ളയിൽ പശപ്പശപ്പോ അല്ലെങ്കിൽ വെളുത്ത പൗഡർ പോലെ തങ്ങി നിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ചോക്കുപൊടി ചേർത്തിട്ടുണ്ട് എന്ന്. ഇടയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മായമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ആരോഗ്യമല്ലേ സർവ്വധനാൽ പ്രധാനം.